ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിക്കൻ കട്ട്ലറ്റ് എളുപ്പത്തിൽ എങ്ങനെ വീട്ടിലുണ്ടാക്കാൻ നോക്കാം. വെജിറ്റേറിയൻസ് അല്ലാത്ത എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് ഈ ചിക്കൻ കട്ട്ലറ്റ്. ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണിത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ പീസസ് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് ഞാൻ എടുത്തത്. ഇനി ബോണുള്ളതായാലും കുഴപ്പമൊന്നുമില്ല. വെന്ത ശേഷം എല്ലിൽ നിന്നും ചിക്കൻ മാറ്റിയെടുത്താൽ മതി. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലല്ലാതെ വേവിച്ചെടുത്താലും മതി. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. ചിക്കൻ വേകാൻ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം. കൂടുതലായിട്ട് വെള്ളം കിടക്കുകയാണെങ്കിൽ അതങ്ങ് വറ്റിച്ചെടുക്കണം. ഇനി ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം. ഒരു തവിയോ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം. കൈ വെച്ചിട്ട് ഉടച്ചെടുത്താലും മതി. ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുക്കർ തണുത്ത ശേഷം തുറന്ന് നോക്കിയിട്ട് വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ അതങ്ങ് വറ്റിച്ച് കളയണം. ഞാനിപ്പോൾ വെള്ളം വറ്റിച്ചെടുത്തതാണിത്. ഇനി ഇത് നന്നായിട്ട് തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ചിക്കൻ ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് അരഞ്ഞു പോകരുത്, പൊടിഞ്ഞ് വരണം. ഇനി ഒരു പാൻ വെച്ചിട്ട് ഞാൻ അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പീസ് ഇഞ്ചിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. രണ്ടും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറാനായിട്ട് കുറച്ച് സമയം ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇത് വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളകും 1/2 ടീസ്പൂൺ കറി മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു നിറത്തിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ. മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയ ശേഷം നമ്മൾ പൊടിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ചിക്കൻ ഇട്ട ശേഷം കുറച്ച് സമയം ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഈ മസാലയൊക്കെ ഒന്ന് ചിക്കനിൽ പിടിച്ച് വരണം. അതിനുശേഷം ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് കൊണ്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കരുത്. ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. നല്ല കട്ടിയായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ടപ്പോൾ ഉപ്പിടാനായിട്ട് ഞാൻ വിട്ടുപോയി. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു ഉരുളക്കിഴങ്ങിന് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചിക്കനിലും ഉള്ളിയിലും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ മതി. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. കട്ട്ലറ്റിൻ്റെ മിക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. ആ സമയത്ത് കുറച്ച് ബ്രെഡ് ഞാനൊന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ട് ബ്രെഡ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തതാണ്. പിന്നെ 2 മുട്ടയുടെ വെള്ളയും എടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ട വെള്ളം ഒന്ന് അടിച്ചെടുക്കാം. ചിക്കൻ മിക്സ് ഒന്ന് തണുത്ത ശേഷം ഇത് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാം. ആദ്യം ഇതുപോലെ ഒന്നെടുത്ത് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം കയ്യിൽ വെച്ച് ഷേപ്പാക്കി എടുക്കണം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. റൗണ്ടിലോ കട്ട്ലറ്റ് ഓവൽ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം.
ഇതുപോലെ മുഴുവനും കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. മുഴുവനും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് എടുത്തിട്ട് മുട്ടയുടെ വെള്ളയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. ഒരു കൈ വെച്ചിട്ട് മുട്ടയുടെ വെള്ളയിൽ മുക്കണം, മറ്റേ കൈ വെച്ച് ബ്രെഡ് ക്രംസ് പൊതിഞ്ഞെടുക്കാം. ഒരു കൈ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ഈ ബ്രെഡ് ക്രംസിൽ നിറയെ മുട്ടയുടെ നനവ് വരും. അതുകൊണ്ട് 2 കൈയും വെച്ച് വേണം ചെയ്യാൻ. മുഴുവൻ കട്ട്ലറ്റ് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് വയ്ക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കണം. മുട്ടയുടെ വെള്ളയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് എടുത്തത്. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ എടുക്കണം. വെളിച്ചെണ്ണയേക്കാളും നല്ലത് അതാണ്. ഞാനിപ്പോൾ 3 എണ്ണം ഒരു സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് വരും. ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഫ്രൈ ആകുമ്പോൾ കോരി മാറ്റാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അടുത്തതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം. രണ്ടാമതിട്ടതും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കോരി മാറ്റാം. ഇതുപോലെ മുഴുവൻ കട്ട്ലറ്റും റെഡിയാക്കിയെടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.